വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ ആദ്യ ദിനം ഓസ്ട്രേലിയ 286 റൺസിന് പുറത്ത്. വെളിച്ചക്കുറവ് മൂലം 67 ഓവറുകൾ മാത്രം നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 115 എന്ന തകർച്ചയിൽ നിന്ന് കരകയറിയാണ് 286-ലെത്തിയത്. 63 റൺസെടുത്ത അലക്സ് കാരിയും 60 റൺസെടുത്ത ബ്യൂ വെബ്സ്റ്ററും ചേർന്നുള്ള 6ാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് ഓസീസിന് തുണയായത്. ടോസ് വിജയിച്ച ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 11ാം ഓവറിൽ 16 റൺസെടുത്ത ഖവാജയെ പുറത്താക്കി അൽസാരി ജോസഫാണ് ആദ്യ ഓസീസ് വിക്കറ്റ് വീഴ്ത്തിയത്. അടുത്ത ഓവറിൽ 25 റൺസെടുത്ത സാം കോൺഷസിനെ ആൻഡേഴ്സൺ മടക്കി. ഒരു ഓവറിന് ശേഷം 3 റൺസെടുത്ത സ്റ്റീവ് സ്മിത്തിനെയും അൽസാരി ജോസഫ് തന്നെ തിരിച്ചയച്ചു. 4ാം വിക്കറ്റിൽ കാമറൂൺ ഗ്രീൻ ട്രാവിസ് ഹെഡ് സഖ്യം ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും ഗ്രീനിനെ ജെയ്ഡൻ സിൽസ് ചേസിൻ്റെ കയ്യിലെത്തിക്കുകയായിരുന്നു. ലഞ്ചിന് ശേഷം 29 റൺസെടുത്ത് നിന്ന ട്രാവിസ് ഹെഡിനെ ഷമാർ ജോസഫ് പുറത്താക്കി ഓസ്ട്രേലിയയുടെ 5ാം വിക്കറ്റും വീഴ്ത്തി. 110-5 എന്ന നിലയിൽ നിന്നും ഒത്തുചേർന്ന വെബ്സ്റ്റർ കാരി സഖ്യം ഒരിക്കൽ കൂടി ഓസ്ട്രേലിയയുടെ രക്ഷകരായി മാറി. സ്കോർ 222-ൽ വെച്ച് അലക്സ് കാരിയെ മടക്കി ജസ്റ്റിൻ ഗ്രീവ്സ് ആണ് ഈ കൂട്ടുകെട്ട് തകർത്തത്. 81 പന്തിൽ 10 ഫോറും 1 സിക്സും ഉൾപ്പെടെ 63 റൺസായിരുന്നു കാരി നേടിയത്. 9ാമനായി വെബ്സ്റ്റർ 60 റൺസെടുത്ത് മടങ്ങിയതോടെ ഓസ്ട്രേലിയ 300 കടക്കില്ലെന്നുറപ്പായിരുന്നു. ഒടുവിൽ 66.5 ഓവറിൽ 286 റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ടായി. 15.5 ഓവറിൽ 61 റൺസിന് 4 വിക്കറ്റ് നേടിയ അൽസാരി ജോസഫാണ് ബൗളിംഗിൽ മികച്ചു നിന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.